ഓം ശാന്തി 14/7/2025 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, വലിയ വലിയ സ്ഥാനങ്ങളിൽ വലിയ വലിയ കടകൾ, അതായത് സെന്റർ തുറക്കൂ. സേവനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്ലാനുകൾ ഉണ്ടാക്കൂ. മീറ്റിംഗ് നടത്തൂ, ആലോചന നടത്തൂ. ചോദ്യം: സ്ഥൂലത്തിലുള്ള അത്ഭുതങ്ങൾ എല്ലാവർക്കും അറിയാം. പക്ഷെ നിങ്ങൾ കുട്ടികൾക്ക് മാത്രം അറിയാവുന്ന ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? ഉത്തരം: ഏറ്റവും വലിയ അത്ഭുതം ഇതാണ്. അതായത് സർവരുടെയും സദ്ഗതി ദാതാവായ ബാബ സ്വയം വന്ന് പഠിപ്പിക്കുന്നു. ഇത് പറഞ്ഞു കൊടുക്കുന്നതിനായി നിങ്ങൾ ഓരോരുത്തരുടെയും കടകളിൽ ഷോ ചെയ്യേണ്ടി വരുന്നു. എന്തുകൊണ്ടെന്നാൽ മനുഷ്യർ ഷോ കാണുമ്പോഴേ വരൂ. അതിനാൽ ഏറ്റവും വലിയതും ഏറ്റവും നല്ലതുമായ കട തലസ്ഥാനത്തുണ്ടായിരിക്കണം. എങ്കിൽ എല്ലാവരും വന്ന് മനസ്സിലാക്കും. ഗീതം: മരിക്കുന്നതും നിന്റെ വഴിയിൽ. ഓം ശാന്തി. ശിവ ഭഗവാനു വാച, രുദ്ര ഭഗവാനു വാച എന്നും പറയാറുണ്ട്. എന്തുകൊണ്ടെന്നാൽ ശിവമാല എന്നല്ല പാടുന്നത്. ഭക്തിമാർഗത്തിൽ വളരെ പേർ മാല കറക്കുന്നു. അതിന്റെ പേരാണ് രുദ്രമാല എന്ന് വെച്ചിരിക്കുന്നത്. കാര്യം ഒന്നു തന്നെയാണ്, പക്ഷെ ശരിയായ രീതിയിൽ ശിവബാബയാണ് പഠിപ്പിക്കുന്നത്. ആ പേര് തന്നെയാണ് പറയേണ്ടത്. പക്ഷേ രുദ്രമാല എന്ന പേരാണ് നടന്നു വരുന്നത്. അതിനാൽ ഇതും മനസ്സിലാക്കി കൊടുക്കണം. ശിവനും രുദ്രനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. കുട്ടികളുടെ ബുദ്ധിയിലുണ്ട് നമുക്ക് നല്ല രീതിയിൽ പുരുഷാർത്ഥം ചെയ്ത് ബാബയുടെ മാലയിൽ അടുത്ത് വരണം. ഈ ദൃഷ്ടാന്തവും പറയാറുണ്ട്. എങ്ങനെയാണോ കുട്ടികൾ ഓട്ടപ്പന്തയം നടത്തുന്നത്, ലക്ഷ്യം വരെ പോയി തിരിച്ചു വന്ന് ടീച്ചറുടെ അടുത്ത് നിൽക്കും. നിങ്ങൾ കുട്ടികൾക്കും അറിയാം, നമ്മൾ 84ന്റെ ചക്രം പൂർത്തിയാക്കി. ഇപ്പോൾ ആദ്യമാദ്യം പോയി മാലയിൽ കോർക്കപ്പെടണം. അത് മനുഷ്യരായ വിദ്യാർത്ഥികളുടെ ഓട്ടമത്സരമാണ്. ഇത് ആത്മീയ ഓട്ടമത്സരമാണ്. ആ ഓട്ടമത്സരം നിങ്ങൾക്ക് നടത്താൻ കഴിയില്ല. ഇത് ആത്മാക്കളുടെ കാര്യമാണ്. ആത്മാവ് വൃദ്ധനോ യുവാവോ വലുതോ ചെറുതോ ആവുന്നില്ല. ആത്മാവ് ഒരുപോലെ തന്നെയാണ്. ആത്മാവിന് തന്നെയാണ് തന്റെ അച്ഛനെ ഓർമ്മിക്കേണ്ടത്. ഇതിൽ ബുദ്ധിമുട്ടിന്റെ ഒരു കാര്യവുമില്ല. ചിലപ്പോൾ പഠിപ്പിൽ തണുപ്പനായിരിക്കും, പക്ഷെ ഇതിൽ എന്ത് ബുദ്ധിമുട്ടാണ് ഉള്ളത്? ഒന്നുമില്ല. എല്ലാ ആത്മാക്കളും സഹോദരങ്ങളാണ്. ആ ഓട്ടമത്സരത്തിൽ യുവാക്കളാണ് മുന്നിലെത്തുക. ഇവിടെയാണെങ്കിൽ ആ കാര്യമില്ല. നിങ്ങൾ കുട്ടികൾ മത്സരിക്കുന്നത് രുദ്രമാലയിൽ കോർക്കപ്പെടാൻ വേണ്ടിയാണ്. ബുദ്ധിയിലുണ്ട് നമ്മൾ ആത്മാക്കൾക്കും വൃക്ഷമുണ്ട്. അതാണ് ശിവബാബയുടെ മുഴുവൻ മനുഷ്യരുടെയും മാല. കേവലം 108ന്റെയോ 16,108ന്റെയോ മാത്രം മാലയല്ല. എത്രയും മനുഷ്യരുണ്ടോ അവരെല്ലാവരുടെയും മാലയാണ്. കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്പർ വയസ്സായി എല്ലാവരും അവരവരുടെ ധർമ്മത്തിൽ ചെന്നിരിക്കും. പിന്നീടവർ കൽപ്പകൽപ്പം ആ സ്ഥലത്ത് തന്നെയാണ് വരിക. ഇതും അത്ഭുതമല്ലേ? ലോകത്തിന് ഈ കാര്യമൊന്നും അറിയില്ല. നിങ്ങൾ കുട്ടികളിലും ആർക്കാണോ വിശാല ബുദ്ധിയുള്ളത് അവർക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കെങ്ങനെ എല്ലാവർക്കും വഴി പറഞ്ഞു കൊടുക്കാൻ സാധിക്കും എന്ന ചിന്ത കുട്ടികളിൽ ഉണ്ടായിരിക്കണം. ഇത് വിഷ്ണുവിന്റെ മാലയാണ്. ആരംഭം മുതൽ ശാഖകൾ ഉണ്ടാകുന്നു. കൊമ്പും ചില്ലയും എല്ലാം ഉണ്ടല്ലോ. അവിടെയും ചെറിയ ചെറിയ ആത്മാക്കൾ വസിക്കുന്നു. ഇവിടെയുള്ളത് മനുഷ്യരാണ്. പിന്നീട് എല്ലാ ആത്മാക്കളും കൃത്യമായി അവിടെ നിലയുറപ്പിക്കും. ഇത് അത്ഭുതകരമായ കാര്യമാണ്. മനുഷ്യർ സ്ഥൂലത്തിലുള്ള അത്ഭുതങ്ങൾ കാണുന്നു, പക്ഷെ അതൊന്നും ഒന്നുമല്ല.
സർവരുടെയും സദ്ഗതി ദാതാവായ പരമപിത പരമാത്മാവ് വന്ന് പഠിപ്പിക്കുന്നു. അതെത്ര വലിയ അത്ഭുതമാണ്. നിങ്ങൾ ഈ പോയിന്റ്സ് എല്ലാം ധാരണ ചെയ്യണം. പ്രധാന കാര്യം ഗീതയുടെ ഭഗവാൻ ആരാണ് എന്നതാണ്. ഇതിൽ വിജയിച്ചാൽ അത് മതി. ഗീത സർവശാസ്ത്ര ശിരോമണിയാണ്. ഭഗവാൻ പറഞ്ഞതാണ്. ആദ്യമാദ്യം ഈ പരിശ്രമം ചെയ്യണം. ഇക്കാലത്ത് വളരെയധികം ഷോ വേണം. ഏത് കടയിലാണോ കൂടുതൽ ഷോ ഉള്ളത്, ആളുകൾ ആ കടയിലാണ് കയറുന്നത്. ഇവിടെ നല്ല വസ്തു ഉണ്ടാകും എന്ന് കരുതുന്നു. കുട്ടികൾ പേടിക്കുന്നു. ഇത്രയും വലിയ വലിയ സെന്ററുകൾ തുറക്കുകയാണെങ്കിൽ 1-2 ലക്ഷം ചിലവ് ചെയ്യണം. അപ്പോഴേ ഇഷ്ടപ്പെട്ട കെട്ടിടം ലഭിക്കൂ. രാജകീയമായ വലിയ വീടായിരിക്കണം. വലിയ കടകൾ വലിയ വലിയ നഗരങ്ങളിലാണ് ഉണ്ടാവുക. നിങ്ങളുടെ ഏറ്റവും വലിയ കട തലസ്ഥാനത്തായിരിക്കണം. സർവീസ് എങ്ങനെ വർദ്ധിപ്പിക്കണം എന്നതിൽ കുട്ടികൾ വിചാരസാഗര മനനം ചെയ്യണം. വലിയ കടയുണ്ടെങ്കിൽ വലിയ വലിയ ആളുകൾ വരും. വലിയ ആളുകളുടെ ശബ്ദം പെട്ടെന്ന് പരക്കും. ആദ്യമാദ്യം ഈ കാര്യത്തിൽ പരിശ്രമിക്കണം. സേവനത്തിനായി വലിയ വലിയ സ്ഥാനങ്ങൾ ഇങ്ങനെയുള്ളത് ഉണ്ടാക്കണം. അവിടെ വലിയ വലിയ ആളുകൾ വന്ന് അത്ഭുതപ്പെടണം. അവിടെ മനസ്സിലാക്കി കൊടുക്കുന്നവരും ഒന്നാന്തരമായിരിക്കണം. സാധാരണ BK മനസ്സിലാക്കി കൊടുത്താൽ എല്ലാ BKസും ഇങ്ങനെയാണ് എന്ന് കരുതും. അതിനാൽ കടയിലെ സെയിൽസ്മാനും വളരെ ഒന്നാന്തരമായിരിക്കണം. ഇതും ജോലിയാണല്ലോ. ബാബ പറയുന്നു, കുട്ടികളെ ധൈര്യം കാണിക്കൂ. സഹായിക്കാൻ അച്ഛനുണ്ട്. ആ വിനാശിയായ ധനം ഒന്നിനും ഉപകാരപ്പെടില്ല. നമുക്ക് നമ്മുടെ അവിനാശിയായ സമ്പാദ്യം ഉണ്ടാക്കണം. ഇതിലൂടെ വളരെ പേരുടെ മംഗളമുണ്ടാകും. ഈ ബ്രഹ്മാവ് ചെയ്തതുപോലെ പിന്നീട് ആരും വിശന്ന് മരിക്കുകയൊന്നുമില്ല. നിങ്ങളും കഴിക്കുന്നുണ്ട്, ഇവരും കഴിക്കുന്നുണ്ട്. ഇവിടെ കഴിക്കാനും കുടിക്കാനും എന്താണോ ലഭിക്കുന്നത് അത് വേറെ എവിടെയും ലഭിക്കുകയില്ല. ഇതെല്ലാം കുട്ടികളുടേത് തന്നെയല്ലേ. കുട്ടികൾക്ക് തന്റെ രാജധാനി സ്ഥാപിക്കണം. ഇതിൽ വളരെ വിശാലമായ ബുദ്ധി വേണം. തലസ്ഥാനത്ത് പേര് വന്നാൽ പിന്നെ എല്ലാവരും മനസ്സിലാക്കും. പറയും, ശരിക്കും ഇവർ സത്യമാണ് പറയുന്നത്. ഭഗവാൻ തന്നെയാണ് വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നത്. മനുഷ്യനെ വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റാൻ സാധിക്കില്ല. ബാബ സേവനത്തിന്റെ അഭിവൃദ്ധിക്കായി നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നു. കുട്ടികൾ വിശാല മനസ്കരായാലേ സേവനത്തിന്റെ വൃദ്ധി ഉണ്ടാകൂ. ഏത് കാര്യം ചെയ്യുമ്പോഴും വിശാല മനസ്സോടെ ചെയ്യൂ. ഏത് ശുഭകാര്യവും സ്വയം മുൻകൈ എടുത്ത് ചെയ്യുക എന്നത് വളരെ നല്ല കാര്യമാണ്. പറയാറുമുണ്ട്, സ്വയം ചെയ്താൽ ദേവത, പറയുന്നതിലൂടെ ചെയ്യുന്നവർ മനുഷ്യർ. പറഞ്ഞിട്ടും ചെയ്യുന്നില്ല എങ്കിൽ ബാബ ദാതാവാണ്. ബാബ ആരോടെങ്കിലും ഇന്നത് ചെയ്യൂ, ഈ കാര്യത്തിൽ ഇത്ര ഉപയോഗിക്കൂ എന്ന് പറയുമോ? ഇല്ല. ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്, വലിയ വലിയ രാജാക്കന്മാരുടെ കൈകൾ ഒരിക്കലും വെറുതെ ഇരിക്കില്ല. രാജാക്കന്മാർ എപ്പോഴും ദാതാവായിരിക്കും. ബാബ വഴി പറഞ്ഞു തരുന്നു, പോയി എന്തെന്തെല്ലാം ചെയ്യണം. ശ്രദ്ധയും വളരെയധികം വേണം. മായയുടെ മേൽ വിജയം നേടണം. വളരെ ഉയർന്ന പദവിയാണ്. അവസാനം റിസൾട്ട് വരും. പിന്നീട് ആരാണോ ഉയർന്ന മാർക്കോടെ പാസ്സായവർ അവർക്ക് സന്തോഷമാകും. അവസാനം സാക്ഷാത്കാരം എല്ലാവർക്കും ഉണ്ടാകുമല്ലോ. പക്ഷെ ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഭാഗ്യത്തിൽ എന്താണോ ഉള്ളത് അത് ലഭിക്കും. പുരുഷാർത്ഥത്തിന്റെ കാര്യം വേറെയാണ്. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നു, വിശാല ബുദ്ധിയുള്ളവരായി മാറൂ. ഇപ്പോൾ നിങ്ങൾ ധർമാത്മാക്കളാവുകയാണ്. ലോകത്തിൽ ധർമാത്മാക്കൾ അനേകം പേർ വന്നു പോയിട്ടുണ്ടല്ലോ. വളരെയധികം പ്രശസ്തിയുണ്ട് അവർക്ക്.
ഇന്നയാൾ വളരെ ധാർമ്മികനായ മനുഷ്യനായിരുന്നു എന്ന് പറയാറുണ്ട്. ചിലരാണെങ്കിൽ പണം കൂട്ടിവെച്ച് വെച്ച് പെട്ടെന്ന് മരണപ്പെടുന്നു. പിന്നീട് ട്രസ്റ്റ് ഉണ്ടാക്കുന്നു. ചിലരുടെ കുട്ടികൾ അയോഗ്യരായാൽ ട്രസ്റ്റ് ഉണ്ടാക്കുന്നു. ഈ സമയത്ത് ഇത് പാപാത്മാക്കളുടെ ലോകം തന്നെയാണ്. വലിയ വലിയ ഗുരുക്കന്മാർക്ക് ദാനം നൽകുന്നു. കാശ്മീരിലെ രാജാവ് ചെയ്തതുപോലെ ആര്യ സമാജക്കാർക്ക് നൽകൂ എന്ന് വില്ലെഴുതി വെച്ചിട്ട് പോയി. അവരുടെ ധർമ്മം വൃദ്ധി നേടി. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഏത് ധർമ്മത്തിന്റെ വൃദ്ധിയാണ് ചെയ്യേണ്ടത്? ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിന്റെ. ഇതാർക്കും അറിയില്ല. ഇപ്പോൾ നിങ്ങൾ വീണ്ടും സ്ഥാപന ചെയ്യുകയാണ്. ബ്രഹ്മാവിലൂടെ സ്ഥാപന. ഇപ്പോൾ കുട്ടികൾ ഒന്നിന്റെ ഓർമ്മയിലിരിക്കണം. നിങ്ങൾ ഓർമ്മയിലൂടെ തന്നെയാണ് മുഴുവൻ സൃഷ്ടിയെയും പാവനമാക്കി മാറ്റുന്നത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്കായി പവിത്രമായ സൃഷ്ടി ആവശ്യമാണ്. ഇതിന് തീ പിടിക്കുമ്പോൾ പവിത്രമാകും. അഴുക്കായ വസ്തുക്കളെ അഗ്നി പവിത്രമാക്കുന്നു. ഇതിലെല്ലാ മോശമായ വസ്തുക്കളും പെട്ട് പിന്നീട് നല്ലതായി മാറും. നിങ്ങൾക്കറിയാം, ഇത് വളരെ മോശമായ തമോപ്രധാനമായ ലോകമാണ്. വീണ്ടും സതോപ്രധാനമാകണം. ഇത് ജ്ഞാനയജ്ഞമല്ലേ? നിങ്ങൾ ബ്രാഹ്മണരാണ്. ഇതും നിങ്ങൾക്കറിയാം. ശാസ്ത്രങ്ങളിൽ അനേക കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. യജ്ഞത്തിൽ പിന്നെ ദക്ഷ പ്രജാപതിയുടെ പേര് എഴുതിയിരിക്കുന്നു. എങ്കിൽ രുദ്രജ്ഞാനയജ്ഞം എവിടെ പോയി? ഇതിനെക്കുറിച്ചും എന്തെന്തെല്ലാം കഥകളിരുന്ന് എഴുതിയിരിക്കുന്നു. പക്ഷെ യജ്ഞത്തിന്റെ വർണ്ണന നിയമാനുസരണമല്ല. ബാബ തന്നെയാണ് വന്ന് എല്ലാം മനസ്സിലാക്കി തരുന്നത്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ ശ്രീമത്തിലൂടെ ജ്ഞാനയജ്ഞം രചിച്ചിരിക്കുകയാണ്. ഇത് ജ്ഞാനയജ്ഞമാണ്. മാത്രമല്ല വിദ്യാലയവുമാണ്. ജ്ഞാനയജ്ഞം ഇവ രണ്ടും വേറെ വേറെയാണ്. യജ്ഞത്തിൽ ആഹൂതിയിടുന്നു. ജ്ഞാനസാഗരനായ ബാബ തന്നെയാണ് വന്ന് യജ്ഞം രചിക്കുന്നത്. ഇത് വളരെ വലിയ യജ്ഞമാണ്. ഇതിൽ മുഴുവൻ പഴയ ലോകവും സ്വാഹ ആകണം. എങ്കിൽ കുട്ടികൾക്ക് സർവീസിനുള്ള പ്ലാൻ തയ്യാറാക്കണം. ഗ്രാമങ്ങളിലും ചെന്ന് സേവനം ചെയ്യൂ. നിങ്ങളോട് ഒരുപാട് പേർ പറയുന്നു, പാവങ്ങൾക്ക് ഈ ജ്ഞാനം നൽകണം. കേവലം ഉപദേശം മാത്രം നൽകുന്നു. ഇങ്ങനെ ചെയ്യൂ, വളരെ നല്ലതാണ്. പക്ഷെ ഞങ്ങൾക്ക് സമയമില്ല. ജ്ഞാനം വളരെ നല്ലതാണ്. എല്ലാവർക്കും ഈ ജ്ഞാനം ലഭിക്കണം. സ്വയം വലിയ ആളാണെന്നും നിങ്ങൾ ചെറുതാണെന്നും കരുതുന്നു. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. ആ പഠിപ്പിനോടൊപ്പം പിന്നീട് ഈ പഠിപ്പും ലഭിക്കുന്നു. പഠിപ്പിലൂടെ സംസാരിക്കുന്നതിനുള്ള വിവേകം ലഭിക്കുന്നു. പെരുമാറ്റം നല്ലതാകുന്നു. പഠിപ്പില്ലാത്തവർ ബുദ്ധുവായിരിക്കും. എങ്ങനെ സംസാരിക്കണം എന്ന അറിവില്ല. വലിയ ആളുകളെ എപ്പോഴും താങ്കൾ എന്ന് പറഞ്ഞ് സംസാരിക്കണം. ഇവിടെ ചിലർ ഇങ്ങനെയാണ്. അവർ പതിയെ പോലും നിങ്ങൾ നിങ്ങൾ എന്ന് പറയുന്നു. താങ്കൾ എന്ന പദം രാജകീയമാണ്. വലിയ ആളുകളെ താങ്കൾ എന്ന് വിളിക്കണം. അതിനാൽ ബാബ ആദ്യം നിർദ്ദേശം നൽകുകയാണ്. പരിസ്ഥാനായിരുന്ന ഡൽഹിയെ വീണ്ടും പരിസ്ഥാനാക്കി മാറ്റണം. അതിനാൽ ഡൽഹിയിലെ എല്ലാവർക്കും സന്ദേശം നൽകണം. വളരെ നന്നായി പരസ്യം നൽകണം. ടോപ്പിക്കുകളും പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നു. ടോപ്പിക്കുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കൂ. പിന്നെ എഴുതി ഉണ്ടാക്കൂ. വിശ്വത്തിൽ ശാന്തി എങ്ങനെ ഉണ്ടാകും വന്ന് മനസ്സിലാക്കൂ. 21 ജന്മങ്ങളിലേക്ക് എങ്ങനെ നിരോഗിയായി മാറാം വന്ന് മനസ്സിലാക്കൂ. ഇങ്ങനെയുള്ള സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവണം. 21 ജന്മങ്ങളിലേക്ക് നിരോഗി സത്യുഗത്തിലെ ഇരട്ട കിരീടധാരിയായി മാറൂ. സത്യുഗം എന്ന വാക്ക് എല്ലാത്തിലും ഉപയോഗിക്കൂ. നല്ല നല്ല വാക്കുകളായിരിക്കണം. എങ്കിൽ ആളുകൾ കണ്ട് സന്തോഷിക്കും.
വീട്ടിലും ഇങ്ങനെയുള്ള ചിത്രങ്ങളോ ബോർഡോ ഉണ്ടായിരിക്കണം. തന്റെ ജോലിയെല്ലാം നന്നായി ചെയ്യൂ. ഒപ്പം തന്നെ സേവനവും ചെയ്തുകൊണ്ടിരിക്കണം. മുഴുവൻ സമയവും ജോലിയിൽ ആയിരിക്കില്ലല്ലോ. മുകളിൽ നിന്ന് നോക്കിയാൽ മതിയാവും, പുറമേ നോക്കി നടത്തിയാൽ മതിയാവും. ബാക്കി കാര്യങ്ങളെല്ലാം അസിസ്റ്റന്റ് മാനേജറാണ് ചെയ്യുക. ചില കച്ചവടക്കാർ വളരെ വിശാല ഹൃദയമുള്ളവരായിരിക്കും. അവർ അസിസ്റ്റന്റ് മാനേജർക്ക് നല്ല ശമ്പളം നൽകി സീറ്റിലിരുത്തും. ഇതാണെങ്കിൽ പരിധിയില്ലാത്ത സേവനമാണ്. ബാക്കിയെല്ലാം പരിധിയുള്ള സേവനമാണ്. ഈ പരിധിയില്ലാത്ത സേവനത്തിൽ എത്ര വിശാല ബുദ്ധി ആയിരിക്കണം. നമ്മൾ വിശ്വത്തിന് മേലാണ് വിജയം നേടുന്നത്. കാലന് മേലും വിജയം നേടി നമ്മൾ അമരന്മാരായി മാറുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ട് ആളുകൾ വരും. പിന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കും. അമരലോകത്തിന്റെ അധികാരിയാകാൻ നിങ്ങൾക്കെങ്ങനെ സാധിക്കും? വന്ന് മനസ്സിലാക്കൂ. വളരെയധികം ടോപ്പിക്കുകൾ ഉണ്ടാക്കാൻ കഴിയും. നിങ്ങൾക്ക് ആരെയും വിശ്വത്തിന്റെ അധികാരിയാക്കാൻ സാധിക്കും. അവിടെ ദുഃഖത്തിന്റെ പേരോ അടയാളമോ ഉണ്ടാകില്ല. കുട്ടികൾക്ക് എത്ര സന്തോഷമുണ്ടാകണം. ബാബ വീണ്ടും നമ്മളെ എന്താക്കി മാറ്റാനായി വന്നിരിക്കുന്നു. കുട്ടികൾക്കറിയാം, പഴയ സൃഷ്ടിയിൽ നിന്നും പുതിയതാവണം. മരണവും മുന്നിൽ നിൽക്കുന്നുണ്ട്. യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ടല്ലോ. വലിയ യുദ്ധം വന്നാൽ കളി അവസാനിക്കും. നിങ്ങൾക്ക് നന്നായി അറിയാം, ബാബ വളരെ സ്നേഹത്തോട് പറയുന്നു, മധുരമായ കുട്ടികളെ, വിശ്വത്തിന്റെ ചക്രവർത്തി പദം നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ വിശ്വത്തിന്റെ അധികാരികളാകുന്നു. ഭാരതത്തിൽ നിങ്ങൾ അളവില്ലാത്ത സുഖം കണ്ടു. അവിടെ രാവണ രാജ്യമേ ഇല്ല. അതിനാൽ ഇത്രയും സന്തോഷം വേണം. കുട്ടികൾ ഒരുമിച്ചിരുന്ന് അഭിപ്രായം ആരായണം. പത്രങ്ങളിൽ ഇടണം. ഡൽഹിയിലും വിമാനത്തിലൂടെ നോട്ടീസ് വിതരണം ചെയ്യൂ. ക്ഷണം നൽകുകയാണ്. ചിലവ് അധികമാവില്ലല്ലോ. വലിയ ഓഫീസർ മനസ്സിലാക്കിയാൽ ഫ്രീ ആയും ചെയ്യും. ബാബ നിർദ്ദേശം നൽകുന്നു, കൽക്കത്തയിൽ ചൌരംഗിയിൽ ഒരു രാജകീയമായ കടയുണ്ടായിരിക്കണം. എങ്കിൽ ഒരുപാട് പേർ അവിടെ വരും. മദ്രാസ്, മുംബൈ തുടങ്ങിയ വലിയ വലിയ നഗരങ്ങളിൽ വലിയ കട ആയിരിക്കണം. ബാബ ബിസിനസ്സുകാരനുമാണല്ലോ. നിങ്ങളിൽ നിന്നും കക്കയ്ക്ക് സമാനമായ പൈസ വാങ്ങി എന്താണ് പകരം നൽകുന്നത്? അതിനാലാണ് ദയാഹൃദയൻ എന്ന് പറയുന്നത്. കക്കയിൽ നിന്ന് വജ്ര സമാനമാക്കി മാറ്റുന്നയാൾ, മനുഷ്യനെ ദേവതയാക്കി മാറ്റുന്നയാൾ. കടപ്പാട് ഒരു ബാബയ്ക്കാണ്. ബാബയില്ലെങ്കിൽ നിങ്ങളുടെ മഹിമ എന്തായിരിക്കും? ഭഗവാനാണ് നമ്മെ പഠിപ്പിക്കുന്നത് എന്നതിൽ നിങ്ങൾ കുട്ടികൾക്ക് അഭിമാനമുണ്ടാവണം. നരനിൽ നിന്ന് നാരായണനാവുക എന്ന പ്രധാന ലക്ഷ്യവും മുന്നിലുണ്ട്. ആരാണോ ആദ്യമാദ്യം അവ്യഭിചാരി ഭക്തി ആരംഭിച്ചത്, അവർ തന്നെയാണ് വന്ന് ഉയർന്ന പദവി നേടുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നത്. ബാബ എത്ര നല്ല നല്ല പോയിന്റ്സ് കേൾപ്പിക്കുന്നു. കുട്ടികൾ മറന്നുപോകുന്നു. അപ്പോഴാണ് ബാബ പറയുന്നത്, പോയിന്റ്സ് എഴുതൂ, ടോപ്പിക്കുകൾ എഴുതിക്കൊണ്ടിരിക്കൂ. ഡോക്ടേഴ്സും പുസ്തകം പഠിക്കാറുണ്ട്. നിങ്ങൾ മാസ്റ്റർ ആത്മീയ സർജനാണ്. ആത്മാവിന് എങ്ങനെയാണ് ഇഞ്ചക്ഷൻ നൽകേണ്ടത് എന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നു. ഇത് ജ്ഞാനത്തിന്റെ ഇഞ്ചക്ഷനാണ്. ഇതിൽ സൂചിയൊന്നുമില്ല. ബാബയാണ് അവിനാശി സർജൻ. വന്ന് ആത്മാക്കളെ പഠിപ്പിക്കുന്നു. ആത്മാവ് തന്നെയാണ് അപവിത്രമായിരിക്കുന്നത്. ഇത് വളരെ സഹജമാണ്. ബാബ നമ്മെ വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നു. എന്നിട്ട് അവരെ ഓർമ്മിക്കാൻ നമുക്ക് സാധിക്കില്ലേ? മായയുടെ എതിർപ്പ് കൂടുതലായിരിക്കും. അതിനാൽ ബാബ പറയുന്നു, ചാർട്ട് വയ്ക്കൂ, പിന്നെ സേവനത്തെക്കുറിച്ച് ചിന്തിക്കൂ. എങ്കിൽ വളരെയധികം സന്തോഷമുണ്ടാകും. എത്ര നന്നായി മുരളി കേൾപ്പിച്ചാലും യോഗമില്ല. ബാബയോട് സത്യമായി ഇരിക്കാനും ബുദ്ധിമുട്ടാണ്.
അഥവാ ഞാൻ വളരെ മുന്നിലാണ് എന്ന് കരുതുകയാണെങ്കിൽ ബാബയെ ഓർമ്മിച്ച് ചാർട്ട് അയക്കണം. അപ്പോൾ ബാബ മനസ്സിലാക്കും എത്രത്തോളം സത്യമുണ്ട്, അതോ നുണയാണോ. ശരി, കുട്ടികൾക്ക് മനസ്സിലാക്കി തന്നു. സെയിൽസ്മാൻ ആവണം, അവിനാശി ജ്ഞാനരത്നങ്ങളുടെ. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം. 1. പ്രധാന ലക്ഷ്യം മുന്നിൽ വെച്ച് അഭിമാനത്തോടെ ഇരിക്കണം. മാസ്റ്റർ ആത്മീയ സർജനായി മാറി എല്ലാവർക്കും ജ്ഞാന ഇഞ്ചക്ഷൻ നൽകണം. സേവനത്തോടൊപ്പം ഓർമ്മയുടെ ചാർട്ടും വയ്ക്കണം, എങ്കിൽ സന്തോഷമുണ്ടാകും. 2. ഇടപഴകുന്നതിലും സംഭാഷണത്തിലും നല്ല മാനേഴ്സ് ഉണ്ടായിരിക്കണം. താങ്കൾ എന്നു പറഞ്ഞ് സംസാരിക്കണം. ഓരോ കാര്യവും വിശാല മനസ്കരായി വേണം ചെയ്യാൻ. വരദാനം. സർവ കർമ്മേന്ദ്രിയങ്ങളുടെയും ആകർഷണത്തിൽ നിന്നുപരി കമലസമാനം കഴിയുന്ന ദിവ്യ ബുദ്ധിയുടെയും ദിവ്യ നേത്രത്തിന്റെയും വരദാനിയായി ഭവിക്കട്ടെ. ബാബ്ദാദയിലൂടെ ഓരോ ബ്രാഹ്മണ കുട്ടികൾക്കും ജന്മനാ തന്നെ ദിവ്യ സമർത്ഥ ബുദ്ധിയുടെയും ദിവ്യ നേത്രത്തിന്റെയും വരദാനം ലഭിച്ചിട്ടുണ്ട്. ഏതു കുട്ടികളാണോ തന്റെ ജന്മദിനത്തിന്റെ ഈ സമ്മാനം സദാ യഥാർത്ഥ രീതിയിൽ ഉപയോഗിക്കുന്നത്, അവർ കമലപുഷ്പത്തിന് സമാനം ശ്രേഷ്ഠ സ്ഥിതിയുടെ ആസനത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഏതൊരു പ്രകാരത്തിലുമുള്ള ആകർഷണം, ദേഹത്തിന്റെ ബന്ധം, ദേഹത്തിന്റെ പദാർത്ഥം അല്ലെങ്കിൽ ഏതെങ്കിലും കർമ്മേന്ദ്രിയങ്ങൾ അവരെ ആകർഷിക്കുക സാധ്യമല്ല. അവർ സർവ ആകർഷണങ്ങളിൽ നിന്ന് ഉപരി സദാ ഹർഷിതമായി കഴിയുന്നു. അവർ സ്വയം കലിയുഗി പതീത വികാരി ആകർഷണങ്ങളിൽ നിന്നും വേറിട്ടതായി അനുഭവം ചെയ്യുന്നു. സ്ലോഗൻ. എവിടെയും ആസക്തിയില്ല എങ്കിൽ ശക്തി സ്വരൂപം പ്രത്യക്ഷമാകുന്നു. അവ്യക്ത സൂചന. സങ്കല്പങ്ങളുടെ ശക്തി ശേഖരിച്ച് ശ്രേഷ്ഠ സേവനത്തിന് നിമിത്തമാകൂ. തന്റെ ശ്രേഷ്ഠ സങ്കല്പത്തിലൂടെ മറ്റാത്മാക്കളുടെ വ്യർത്ഥ സങ്കല്പങ്ങളുടെ അഥവാ വികൽപ്പങ്ങളുടെ ഒഴുക്കിൽ നിന്നും തന്റെ ശക്തിയാൽ അല്പസമയത്തിൽ വേറിട്ട് കാണിക്കൂ. വ്യർത്ഥ സങ്കല്പം ശുദ്ധ സങ്കല്പത്തിൽ പരിവർത്തനപ്പെടുത്തി തരൂ. ഒരു സ്ഥാനത്തിരുന്നും അനേകാത്മാക്കളിൽ താങ്കളുടെ ശ്രേഷ്ഠ സങ്കല്പത്തിന്റെയും ദിവ്യദൃഷ്ടിയുടെയും പ്രഭാവം പതിക്കട്ടെ. ഓം ശാന്തി.